ഓണമൊക്കെ ഇങ്ങ് അടുത്ത് കേട്ടോ. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഓണസദ്യയുടെ റെസിപ്പിയാണേ. ഇത് ഓണസദ്യക്ക് പറ്റിയ ഗംഭീരമായിട്ടുള്ളൊരു ഉള്ളിത്തീയല കേട്ടോ. ഇലയിൽ നിൽക്കാവുന്നതും തൊട്ട് കൂട്ടാൻ പറ്റിയൊരു ഉള്ളിത്തീയല. ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇലസദ്യയെ തൊട്ട് കൂട്ടാൻ പറ്റുന്ന പാകത്തിലാണ് ഞാൻ ഈ ഉള്ളിത്തീയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളകാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മല്ലിപ്പൊടിയും കൂടിയാണ്. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. ഞാൻ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചുമക്ക വറുത്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. ചെറിയ തീയിലിട്ട് വറുത്തെടുത്തേച്ചാൽ മതി. നല്ല മൂപ്പിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ. സദ്യയുടെ കറികൾക്കൊക്കെ അധികം കടുപ്പം ഉണ്ടാകരുത്. നമ്മളിപ്പോൾ മുളക് പൊടിയോ അതുപോലെ കുരുമുളകൊക്കെ കൂടുതൽ ചേർത്താൽ ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എല്ലാം കുറച്ച് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയുടെയൊക്കെ മൂപ്പ് അനുസരിച്ചിരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റും കേട്ടോ. ഇലയുടെ സൈഡിൽ വെക്കുന്ന ഏത് കറി ഉണ്ടാക്കിയാലും തൊട്ട് കൂട്ടാൻ പാകത്തിന് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി കഴിക്കാൻ പറ്റത്തുള്ളേ. ഇപ്പം തേങ്ങ നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ഇത്രയും പോരാ കേട്ടോ, കുറച്ചുകൂടി ഒന്ന് മൂക്കട്ടെ. തീ കൂട്ടിയിടൽ കരിഞ്ഞു പോവേ. ഇപ്പം ഓണത്തിന് മാത്രമല്ല, നമ്മൾ സാധാരണ സദ്യകളൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുള്ളതല്ലേ. അതിന് കറി വെക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്ടല്ലോ നല്ല ടേസ്റ്റിയുള്ള തീയലുകളും അതുപോലെ ഇഞ്ചിക്കറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം നമുക്ക് പാകത്തിന് തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടൊന്ന് മാറ്റി വെക്കാൻ, തണുത്ത് വരട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് കടുക് അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി, ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി നീളത്തിൽ കീറിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3 പച്ചമുളക് കീറിയത്, അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇനി കുറച്ച് വെളുത്തുള്ളി, അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതിയേ. ഇത്രയും മതി. നല്ലോണം ഇത് ഇളക്കി നല്ല കളറൊക്കെ മാറി വെന്ത് വരണം. ആ പാകത്തിനാകുമ്പോൾ വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനേ. ഉള്ളിത്തീയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതേ നന്നായിട്ട് ഉള്ളി വഴണ്ട് കിട്ടണം. എന്നാൽ മാത്രമേ ഉള്ളൂ അതിന് നല്ല ടേസ്റ്റായിട്ട് തീയൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളേ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ തേങ്ങ, അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ തീയലിന് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതും ഈ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ. എല്ലാം കൂടി ഒരു ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാവേ. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് ചെറിയ തീ വെച്ചിട്ട് അടച്ചു വെച്ചാലും വേഗം നമുക്ക് വേവിച്ചെടുക്കാവേ. ഉള്ളിയും തേങ്ങയും ഒക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തേച്ചാൽ മതിയേ. ആദ്യം അരപ്പിൻ്റെ കൂട്ട് നല്ല ഒന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് വെള്ളമേ ചേർക്കാവുള്ളൂ. ഒരുപാട് വെള്ളമായി പോവരുത്. നമ്മളിത് സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന ഉള്ളിത്തീയലല്ലേ. ഞാനൊരു കുറച്ച് വെള്ളവും കൂടി ആ ജാറ് കഴുകി ചേർക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്കൊരു നെല്ലിക്ക മുഴുപ്പിന് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാളംപുളിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് കടുപ്പം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട. എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ കട്ട ശർക്കര പൊടിച്ചത്, അത്രയും മതി കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഉള്ളിത്തീയൽ കറക്റ്റ് പാകത്തിൽ കിട്ടുവേ. 5 മിനിറ്റ് മതി. ഇച്ചിരി തീ കൂട്ടി വെച്ചാൽ മതി, വേഗം വറ്റി കിട്ടും കേട്ടോ. ഇനിയിപ്പം ഞാൻ തുറക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് തീയൽ കിട്ടിയിട്ടുണ്ട്. അതെ, ഈ എണ്ണയുണ്ടല്ലോ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചേർത്ത എണ്ണയാണ്. അല്ല നമ്മൾ എക്സ്ട്രാ ആയിട്ട് താളിപ്പോ വേറെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നോ ഒന്നുമില്ല. ഇങ്ങനെ വറ്റി വരുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങിക്കോളുവേ.
അധികം വെള്ളം വെക്കാതിരിക്കുന്നത് മാത്രം മതി, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓണസദ്യക്ക് മാത്രമല്ല, സാധാരണ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയുള്ളൊരു ഇല നിൽക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയ ഒരു ഉള്ളിത്തിയില. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഞാൻ വേറൊരു വീഡിയോ ഓണസദ്യയുടെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.